എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ SSLC പരീക്ഷയിൽ എത്ര മാർക്ക് വാങ്ങിയാലാണ് വിദ്യാർത്ഥികൾക്ക് A+ ലഭിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിക്കും എന്നുള്ളത് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കരുത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ മോഡൽ എക്സാമിനേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്, ഓരോ എക്സാമിനേഷനും കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു എക്സാമിനേഷനിൽ ഏതൊക്കെ ഭാഗമാണ് എഴുതാൻ സാധിക്കാതിരുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടില്ല, അതൊക്കെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു ഓരോ പോർഷൻസും കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക. കാരണം ഇപ്പോഴേ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മികച്ച, അതായത് ഫുൾ A+ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മോഡൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് മാർക്ക് കുറവ് ലഭിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അത് കാര്യമാക്കാതെ പഠിച്ച് നന്നായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾ ഇനി ഏകദേശം കുറച്ച് ദിവസം കൂടി മാത്രമേ എക്സാമിനേഷൻ ഉള്ളൂ. എന്നാലും നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ഈ ഒരു മാർക്കിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ തുടർ പഠനം, അതായത് +1 പ്രവേശനത്തിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മാർക്കാണ് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ മോഡൽ എക്സാമിനേഷൻ എഴുതിയ ശേഷം നിങ്ങൾക്കത് എന്തൊക്കെ നിങ്ങൾക്ക് ആ ഒരു എക്സാമിനേഷൻ എഴുതാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, ഇതൊക്കെയും നിങ്ങൾ വീണ്ടും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എത്ര മാർക്ക് വേണം ഈ ഒരു SSLC പരീക്ഷയിൽ നിങ്ങൾക്ക് ഫുൾ A+ ലഭിക്കാൻ, അല്ലെങ്കിൽ A ഗ്രേഡ് ലഭിക്കാൻ, അല്ലെങ്കിൽ B+ ലഭിക്കാൻ, ഈ ഒരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് മലയാളം, അതായത് ഒന്നാം ഭാഷ പേപ്പർ 1, അതുപോലെ തന്നെ ഒന്നാം ഭാഷയിൽ, അതായത് ഈ ഒരു പേപ്പർ 2 ഉണ്ട്. അപ്പോൾ ആ ഒരു മലയാളം ഫസ്റ്റ് അല്ലെങ്കിൽ മലയാളം സെക്കൻഡ് ഈ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു മലയാളം സെക്കൻഡിന് പകരം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഉറുദു അല്ലെങ്കിൽ അറബിക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലാംഗ്വേജസ് പഠിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു സബ്ജക്റ്റ് മാറും എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മാർക്ക് സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം, അതായത് 2 തരത്തിലാണ് മാർക്ക് വരിക. അതായത് ഒന്നാമത്തേത് എഴുത്ത് പരീക്ഷയിൽ 40 മാർക്കിൻ്റെയും അതുപോലെ 80 മാർക്കിൻ്റെയും ഈ രീതിയിൽ 2 തരത്തിലാണ് മാർക്ക് വരിക. 40 മാർക്കിൻ്റെ ആ ഒരു എഴുത്ത് പരീക്ഷയുള്ള സബ്ജക്റ്റിന് 10 മാർക്കാണ് CE മാർക്ക് ഉണ്ടാവുക. അതായത് ഉദാഹരണത്തിന് നിങ്ങൾ ഈ ഒരു രസതന്ത്രം, അതായത് കെമിസ്ട്രി എന്ന് പറയും മലയാളത്തിൽ, അതായത് SSLCയിൽ രസതന്ത്രം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതിൽ 40 മാർക്കാണ് ആ ഒരു സബ്ജക്റ്റിന് ഉണ്ടാവുക, അതായത് ആ ഒരു വിഷയത്തിന് ഉണ്ടാവുക. അപ്പോൾ 40 മാർക്കും അതിനോടൊപ്പം 10 മാർക്കും കൂടി ടോട്ടൽ നിങ്ങൾക്ക് 50 മാർക്കിലാണ് ആ ഒരു ടോട്ടൽ മാർക്ക് നിങ്ങൾക്ക് വരിക. അപ്പോൾ ഇനി CEയുടെ കാര്യം നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, കാരണം അത് ഓൾറെഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾ എത്രത്തോളം മാർക്ക് വാങ്ങിക്കുന്നുവോ അതനുസരിച്ച് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേഡ് നിശ്ചയിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 20 മാർക്കാണ് CE മാർക്കായിട്ട് വരുന്നത്. അതായത് കണക്ക് നോക്കാം, അതായത് ഗണിതശാസ്ത്രത്തിൽ നിങ്ങൾക്ക് 80 മാർക്കാണ് ആ ഒരു ടോട്ടൽ സബ്ജക്റ്റിൻ്റെ എഴുത്ത് പരീക്ഷ വരുന്ന മാർക്ക്. അപ്പോൾ അതിൻ്റെ CE മാർക്ക് വരുന്നത് 20 മാർക്കാണ്. ടോട്ടൽ 100 മാർക്കിലാണ് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 100-ൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടുന്നത് അതനുസരിച്ചാണ് CE മാർക്ക്, അതായത് CE അല്ല, അതിൻ്റെ ഗ്രേഡ് ഏതാണെന്നുള്ളത് തീരുമാനിക്കുക. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആണെങ്കിൽ തിയറിയും പ്രാക്ടിക്കൽ പരീക്ഷയും ഒരുമിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഓൾറെഡി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ഏകദേശം, അതായത് നിങ്ങൾക്ക് 10 മാർക്കും തിയറി മാർക്കും 30 മാർക്ക് പ്രാക്ടിക്കലാണ്, അതായത് ടോട്ടൽ 40-ഉം അതിനോടൊപ്പം CE 10 മാർക്കും, ടോട്ടൽ 50 മാർക്കിലാണ് ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്കും വരുന്നത്. അപ്പോൾ ഇനി ഈ ഒരു, അതായത് നിങ്ങൾക്ക് ടോട്ടലായിട്ടുള്ള 50 മാർക്കിലും അതുപോലെ തന്നെ 100 മാർക്കിലും നിങ്ങൾ ടോട്ടൽ എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അതായത് A+ അല്ലെങ്കിൽ A ഗ്രേഡ് അല്ലെങ്കിൽ B ഗ്രേഡ് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മികച്ച മാർക്ക് ഈ ഒരു SSLC പരീക്ഷയിൽ നേടാനായിട്ട് സാധിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതിനു മുൻപ് ഈ ഒരു, അതായത് കാക്കൊല്ല പരീക്ഷ അല്ലെങ്കിൽ അരക്കൊല്ല പരീക്ഷയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ ഇപ്പോഴേ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മികച്ച മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും. അല്ലാതെ നിങ്ങൾ എനിക്ക് പറ്റില്ല, എനിക്ക് ഇത്ര മാർക്ക് കിട്ടില്ല, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല എന്ന് കരുതി നിങ്ങൾ പഠിക്കാതെ ഇരുന്നാൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് മാർക്കൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇനിയുള്ള സമയം വേസ്റ്റ് ആക്കാതെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഗ്രേഡ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ SSLC ഗ്രേഡിംഗ് സിസ്റ്റമാണ്, അതായത് നിങ്ങൾക്ക് A+ ആണോ അല്ലെങ്കിൽ A ആണോ, ഓരോ വിഷയത്തിനും ഏത് ഗ്രേഡാണ് ലഭിച്ചതെന്നാണ് ഉണ്ടാവുക. അതിൽ മാർക്ക് ഉണ്ടാകുന്നതല്ല, അതായത് എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അതിൽ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് ഓരോ മാർക്കിൻ്റെയും ആ ഒരു ഗ്രേഡ് നോക്കാം. അതായത് എത്ര മാർക്ക് മുതൽ എത്ര മാർക്ക് വരെ ലഭിച്ചാലാണ് നിങ്ങൾക്ക് A ഗ്രേഡ് ലഭിക്കുക അല്ലെങ്കിൽ B ഗ്രേഡ് ലഭിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഓരോ ഗ്രേഡിൻ്റെയും വാല്യൂസ് നോക്കാം. അതായത് നിങ്ങൾക്ക് +1 പ്രവേശന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് 10 വിഷയങ്ങൾക്ക് ഏത് ഗ്രേഡാണ് ലഭിച്ചത് ആ ഒരു ഗ്രേഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഗ്രേഡ് വാല്യൂ നോക്കിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഗ്രേഡ് വാല്യൂ എന്ന് പറയുന്നത്, അതായത് A+ ലഭിച്ചു കഴിഞ്ഞാൽ അത് 9 ആണ്, Aക്ക് 8 ആണ്, അതുപോലെ
B+ന് 7, Bക്ക് 6, C+ന് 5, Cക്ക് 4, അതുപോലെ തന്നെ D+ന് 3, അതുപോലെ Dക്ക് 2, Eക്ക് 1. ഈ ഒരു രീതിയിലാണ് ആ ഒരു ഗ്രേഡ് പോയിന്റ് വരിക. അപ്പോൾ നിങ്ങൾക്ക് മിനിമം ഈ ഒരു D+ എങ്കിലും ലഭിച്ചിട്ടുണ്ട്, അതായത് 30 മുതൽ 39% വരെ മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു SSLC പരീക്ഷ പാസ്സാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് CE ഉൾപ്പെടെ നിങ്ങൾക്ക് 30 മുതൽ 39% വരെ മാർക്ക് ലഭിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് 100 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് 39 മാർക്കും, അതായത് 30 മാർക്ക് മുതൽ 39 മാർക്ക് വരെ ലഭിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് D+ ലഭിക്കുള്ളൂ, അല്ലെങ്കിൽ ലഭിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ 50 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, അതായത് ഈ ഒരു 50 മാർക്കിൻ്റെ ആ ഒരു സബ്ജക്റ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക്, അതായത് ഏകദേശം 15 മാർക്ക് മുതൽ 20 മാർക്ക് വരെ നിങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക്, അതായത് 15 മുതൽ 19 മാർക്കിനുള്ളിൽ, അതായത് 19 വരെ ലഭിച്ചാലാണ് ഈ ഒരു D+ ഗ്രേഡ് ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് 100 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് 90 മുതൽ 100 മാർക്കിൻ്റെ ഇടയിൽ മാർക്ക് ലഭിച്ചാലാണ് നിങ്ങൾക്ക് A+ ഗ്രേഡ് ലഭിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 80 മുതൽ 89% വരെ മാർക്ക് ലഭിച്ചാലാണ് ഈ ഒരു A ഗ്രേഡ് ലഭിക്കുക. അതുപോലെ തന്നെ 70 മുതൽ 79 മാർക്ക് വരെ ലഭിച്ചാലാണ് നിങ്ങൾക്ക് B+ ലഭിക്കുക. 60 മാർക്ക് മുതൽ 69 മാർക്ക് വരെ ലഭിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു, അതായത് B ഗ്രേഡ് ലഭിക്കുക. അതുപോലെ തന്നെ C+ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 50 മുതൽ 59 മാർക്ക് വരെ ലഭിക്കണം. അല്ലെങ്കിൽ C കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 40 മുതൽ 49 മാർക്ക് വരെ ലഭിച്ചിരിക്കണം. D+ ആണെങ്കിൽ 30 മുതൽ 39% അല്ല 39 മാർക്ക് വരെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കി, അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ സബ്ജക്റ്റ് ഉള്ളത് 50 മാർക്കിൽ വരുന്ന സബ്ജക്റ്റുകളാണ് കൂടുതലായിട്ടുള്ളത്. ഇനി നമുക്ക് അതിൽ എത്ര മാർക്ക് വേണം നിങ്ങൾക്ക് A+ ലഭിക്കുന്നതിനായിട്ട് എന്നുള്ളത് നോക്കാം. ഇത് CE ഉൾപ്പെടെയുള്ള മാർക്ക് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അതിൽ A+ ലഭിക്കാൻ എത്ര വേണം എന്നുള്ള കാര്യം നോക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ, അടുത്തതായിട്ട് 40 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കതിൽ എത്ര മാർക്കാണ് A+ ലഭിക്കാൻ വേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ A+ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 35 മാർക്ക് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ, അതായത് എഴുതിയിട്ട് നിങ്ങൾക്ക് 35 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് A+ ഗ്രേഡാണ്. അതായത് 90% മാർക്ക് വാങ്ങിച്ചാലാണ് നിങ്ങൾക്ക് ഈ ഒരു A+ ഗ്രേഡ് ലഭിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 30 മാർക്കാണ് അതിന് ലഭിക്കുന്നത്. 40 മാർക്കിൻ്റെ രസതന്ത്രം പോലുള്ള സബ്ജക്റ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് അതിന് 30 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ A ഗ്രേഡാണ് ലഭിക്കുക. അതിനോടൊപ്പം CE കൂട്ടിയിട്ടാണ് ഈ ഒരു ഗ്രേഡ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 25 മാർക്ക് CE കൂട്ടാതെ ലഭിക്കുകയാണെങ്കിൽ B+ ഗ്രേഡാണ്. അതുപോലെ തന്നെ 20 മാർക്ക് ലഭിക്കുകയാണെങ്കിൽ B ഗ്രേഡാണ് ലഭിക്കുക. 15 മാർക്കാണ് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ ലഭിക്കുന്നതെങ്കിൽ C+ ആണ്. അതുപോലെ തന്നെ C ഗ്രേഡാണ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്കെങ്കിലും ലഭിക്കണം. അതുപോലെ 5 മാർക്കെങ്കിലും നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ ലഭിച്ചാലാണ് നിങ്ങൾക്ക് ഈ ഒരു D+ കിട്ടുക. കാരണം ഇതിനോടൊപ്പം 5നോടൊപ്പം ഈ ഒരു 10 മാർക്ക് CE കൊടുക്കും. അതായത് സാധാരണ എല്ലാ സ്കൂളിലെ ടീച്ചേഴ്സും വിദ്യാർത്ഥികൾക്ക് 10 മാർക്ക് തന്നെ മിനിമം കൊടുക്കാറുണ്ട്. അതായത് മിനിമം അല്ല, മാക്സിമം 10 മാർക്കാണ്. അപ്പോൾ ആ ഒരു 10 മാർക്ക്, 40-ൽ 10 മാർക്ക് CE മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സ് നൽകാറുണ്ട്. അഥവാ നിങ്ങൾ അങ്ങനെ പഠിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ മാത്രമേ ജസ്റ്റ് 1 മാർക്കെങ്കിലും കുറക്കുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടി സാധാരണഗതിയിൽ എല്ലാ ടീച്ചേഴ്സും CE മാർക്ക് 10 മാർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. കാരണം SSLC പാസ്സാകുന്നതിനായിട്ട് നിങ്ങൾക്ക് എഴുത്തു പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്കിനോടൊപ്പം CE മാർക്ക് കൂടി കൂട്ടിയിട്ട് ലഭിക്കുന്ന മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് SSLC പരീക്ഷയിൽ നിങ്ങൾ പാസ്സാവുക. അല്ലാതെ നിങ്ങൾ എഴുതിയ പരീക്ഷയുടെ മാർക്ക് മാത്രം നോക്കിയിട്ടല്ല നിങ്ങൾ പാസ്സായിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നത്. നിങ്ങൾക്കറിയാം, +1 +2 പോലുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ ജയിക്കാനായിട്ട് നിങ്ങൾ എഴുതിയിട്ട് തന്നെ മാർക്ക് വാങ്ങിക്കേണ്ടതുണ്ട്. അതേസമയം SSLCയിൽ അങ്ങനെയല്ല. നിങ്ങളുടെ CE മാർക്ക് കൂട്ടിയിട്ടാണ് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കുക. നിങ്ങൾക്ക് ഒരു 5 മാർക്ക് 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ കിട്ടുകയാണെങ്കിലും, അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഒരു 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിലും നിങ്ങൾ SSLC പാസ്സാകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 5-10 മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം വേണ്ടത്. നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു 40, അതായത് 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾ ഒരു 40എങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് CE കൂട്ടാതെ 40 വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു 35 വാങ്ങിക്കാനെങ്കിലും ശ്രദ്ധിക്കുക. കാരണം ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുക. അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു 70 അല്ലെങ്കിൽ 75 ആ റേഞ്ചിൽ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിച്ച് പഠിക്കുക. അങ്ങനെയെങ്കിലും ശ്രമിച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു A ഗ്രേഡ് അല്ലെങ്കിൽ A+ ഗ്രേഡ് ആ ഒരു റേഞ്ചിലെത്തി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ. വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ